ഹസാരെ ട്രോഫിയിൽ ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു നിർണായക ദിവസം തന്നെയായിരുന്നു. ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു ദിവസമായിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ ഇന്നലെ കേരളത്തിന് വിജയ തുടക്കം നമ്മൾ കണ്ടു. 145 റൺസിനായിരുന്നു കേരളത്തിൻ്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 50 ഓവറിൽ 8 വിക്കറ്റിന് നഷ്ടത്തിൽ 348 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ത്രിപുര 36.5 ഓവറിൽ 203 റൺസിന് ഓൾ ഔട്ടായി. അർദ്ധ സെഞ്ചുറി നേടുകയും 5 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത ബാബ അപരാജിതാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ആദ്യ ഓവറുകളിൽ ക്യാപ്റ്റൻ ഇന്നിംഗ്സുമായി നിലയുറപ്പിച്ച രോഹൻ കുന്നുമലിന്റെയും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച വിഷ്ണു വിനോദിന്റെയും ഇന്നിംഗ്സുകളാണ് കേരളത്തിന്റെ വിജയത്തിന് അടിത്തറയിട്ടത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കേരളത്തിന് വേണ്ടി രോഹൻ കുന്നുമലും അഭിഷേക് ജയ് നായരും ചേർന്നാണ് ഇന്നിംഗ്സ് തുറന്നത്. ഇരുവരും ഓപ്പണിംഗ് വിക്കറ്റിൽ 49 റൺസ് എടുത്തു. ആ മത്സരത്തിൽ നമ്മൾ കണ്ടത് വിഷ്ണു വിനോദിൻ്റെ സെഞ്ചുറിയാണ് നമുക്ക് വിജയത്തിന് വളരെ നിർണായകമാവുകയും ചെയ്തത്. ആ മത്സരത്തിൽ തന്നെ മറ്റൊരു നേട്ടം കൂടി കേരള ക്രിക്കറ്റ് താരത്തെ തേടിയെത്തിയ ഒരു ലോക റെക്കോർഡ് കേരളത്തിൻ്റെ താരം ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അപൂർവ നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂരാണ്. ത്രിപുരയ്ക്കെതിരായ മത്സരത്തിൽ മത്സരത്തിൽ 6 ക്യാച്ചുകൾ സ്വന്തമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഒരു താരം നേടുന്ന ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എന്ന ലോക റെക്കോർഡാണ് വിഘ്നേഷ് തൻ്റെ പേരിലാക്കിയത്. ലിസ്റ്റയിൽ ഒരു ഇന്നിംഗ്സിൽ 5 ക്യാച്ചുകൾ സ്വന്തമാക്കിയ 21 താരങ്ങളുണ്ടെങ്കിലും 6 ക്യാച്ചുകൾ എന്ന നേട്ടം ഇത് ആദ്യമാണ്. ദിയാൻ ബോസ്, ശ്രീധം പോൾ, സ്വപ്നിൽ സിംഗ്, സൗരഭ് ദാസ്, അഭിജിത്ത് കെ സർക്കാർ, വിക്കി സഹ എന്നിവരുടെ ക്യാച്ചുകളാണ് മത്സരത്തിൽ വിഘ്നേഷ് കൈകളിലാക്കിയത്. 2025 കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് IPL കളിച്ച താരം ഇത്തവണ രാജസ്ഥാൻ റോയൽസിലേക്ക് ചേക്കേറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സ്ക്വാഡിലും അദ്ദേഹം ഇന്നലെ ആദ്യമായി കളിക്കാനിറങ്ങിയത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്നലെ സെഞ്ചുറി പെരുമഴയായിരുന്നു. ഇന്നലെ 19 മത്സരങ്ങളിൽ 21 താരങ്ങൾ സെഞ്ചുറി നേടി. ഒഡീഷയുടെ സ്വസ്തിക് സമാൽ ഇരട്ട സെഞ്ചുറിയും നേടി. ബിഹാർ നിരയിൽ സ്റ്റാർ ബാറ്റർ വൈഭവ് സൂര്യവംശി, ആയുഷ് ആനന്ദ്, സാക്കിബുൾ ഖനി എന്നിങ്ങനെ 3 താരങ്ങൾ കൂടി ഇന്നലെ ബിഹാറിന് വേണ്ടി സെഞ്ചുറി അടിച്ചു. ജാർഖണ്ഡിനായി ഇഷാൻ കിഷനും ഇന്നലെ ഒരു അതിവേഗ സെഞ്ചുറി നേടി. കർണാടകക്കായി ദേവദത്ത് പടിക്കൽ, കേരളത്തിനായി വിഷ്ണു വിനോദ് എന്നിവരും ഇന്നലെ സെഞ്ചുറി നേടുകയുണ്ടായി. വിജയ് ഹസാരെ ട്രോഫിയിൽ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറിയുമായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിളങ്ങുന്നത് നമ്മൾ കണ്ടു. ആന്ധ്രാപ്രദേശിനെതിരെ ഡൽഹിക്കായി 101 പന്തിൽ 131 റൺസാണ് വിരാട് കോഹ്ലി സ്കോർ ചെയ്തത്. 14 ഫോറും 3 സിക്സറുമാണ് കോഹ്ലി അടിച്ചത്. മറ്റൊരു മത്സരത്തിൽ സിക്കിമിനെതിരെ 94 പന്തിൽ 155 റൺസാണ് രോഹിത് അടിച്ചുകൂട്ടിയത്. ആന്ധ്ര ഉയർത്തിയ 299 റൺസ് ലക്ഷ്യത്തിലേക്ക് ചേസ് ചെയ്യവെയാണ് വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സ്. വിരാടിന്റെ മിന്നും പ്രകടനത്തിന്റെ കരുത്തിൽ ഡൽഹി 37.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം അനായാസം മറികടക്കുന്നതും നമ്മൾ